ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രശസ്തനായ ഒരു ഇന്ത്യൻ റൈറ്റർ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ദ ഐസ് ആർ നോട്ട് ഹിയർ എന്ന് പറയുന്ന ഒരു ചെറിയ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് കഥയിലോട്ട് പോകാം. നമ്മുടെ നരേറ്റർ എന്ന് പറയുന്നത് ഒരു യങ് ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ യങ് ആയിട്ടുള്ള നരേറ്റർക്ക് കണ്ണ് കാണുന്നില്ല. കണ്ണ് കാണാത്തൊരു ബ്ലൈൻഡാണ് നമ്മുടെ നരേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ നരേറ്റർ ഒരു ട്രെയിനിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. തൻ്റെ ബോഗിയിലേക്ക് വന്നത് ഒരു പെൺകുട്ടിയാണെന്ന് നരേറ്റർ മനസ്സിലാക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് തൻ്റെ മാതാപിതാക്കൾ യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും ഇയാൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, ഇയാൾ അറിയുകയാണ്. അങ്ങനെ സ്റ്റേഷൻ കഴിഞ്ഞ് ട്രെയിൻ യാത്ര തുടരുകയാണ്. ഈ നരേറ്റർ ഈ പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പെൺകുട്ടിയെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നരേറ്റർ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ പേര്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നരേറ്റർ അറിയാൻ ശ്രമിക്കുകയാണ്. പെൺകുട്ടി പറയുന്നു, ഞാൻ സഹാറൻപൂരിലേക്കാണ് പോകുന്നത്, അവിടെ എത്താൻ 2 മണിക്കൂർ സമയമെടുക്കും. ഇങ്ങനെ പല പല കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നരേറ്റർക്ക് കണ്ണ് കാണുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം പെൺകുട്ടി അറിയുന്നതിന് നരേറ്റർ മടി കാണിക്കുകയാണ്. അതായത് ഈ പെൺകുട്ടി തനിക്ക് കണ്ണ് കാണില്ല എന്നുള്ള കാര്യം അറിയണ്ട എന്ന് കരുതിക്കൊണ്ട് താനൊരു കണ്ണ് കാണുന്ന ആളെപ്പോലെ ബിഹേവ് ചെയ്യുകയാണ്. വളരെ നാച്ചുറലായിട്ട് പെരുമാറുകയാണ്. നരേറ്റർ പെൺകുട്ടിയോട് പറയുകയാണ്, താങ്കൾക്ക് നല്ല അട്രാക്റ്റീവായ മുഖമാണുള്ളത്, നിങ്ങളുടെ മുടി കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നരേറ്റർ ഇങ്ങനെ ഈ പെൺകുട്ടിയെ പുകഴ്ത്തുകയാണ്. അങ്ങനെ മണിക്കൂറുകളോളം യാതൊരു പരിചയവുമില്ലാത്ത ഈ 2 ആളുകൾ പരസ്പരം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ സമയം കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പെൺകുട്ടിക്ക് ഇറങ്ങേണ്ട സ്ഥലമെത്തിയത്. തനിക്കിറങ്ങേണ്ട സ്ഥലമെത്തിയപ്പോൾ ആ പെൺകുട്ടി ട്രെയിനിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. പെൺകുട്ടി പോയി കഴിഞ്ഞപ്പോൾ നരേറ്റർക്ക് വളരെയധികം മാനസികമായ സംഘർഷം ഫീൽ ചെയ്യുകയാണ്. കാരണം താനൊരു ബ്ലൈൻഡാണെന്ന് ആ പെൺകുട്ടിയെ ഞാൻ അറിയിച്ചില്ലല്ലോ, അതൊന്ന് അറിയിക്കണമായിരുന്നു എന്നുള്ള ചിന്ത നരേറ്ററെ പിന്നീട് പിടികൂടുകയാണ്. അങ്ങനെ നരേറ്റർ ഇങ്ങനെ അതും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു പാസഞ്ചർ തൻ്റെ ബോഗിയിലേക്ക് കടന്നു വരുന്നത്. ആ പാസഞ്ചറെ കണ്ടപ്പോൾ ഈ നരേറ്റർ ആ പാസഞ്ചറോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോയ പെൺകുട്ടിയെ കണ്ടോ, അവളുടെ മുടി നിങ്ങൾ ശ്രദ്ധിച്ചോ, അവളുടെ മുടി ലോങ് ആയിട്ടുള്ളതാണോ അതോ ഷോർട്ടായിട്ടുള്ളതാണോ, നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ഈ പാസഞ്ചറോട് നമ്മുടെ നരേറ്റർ ചോദിക്കുകയാണ്. അപ്പോൾ ആ പാസഞ്ചർ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ശ്രദ്ധിച്ചത് അവളുടെ മുടിയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ അല്ല, അവളുടെ കണ്ണുകളിലേക്ക് മാത്രമാണ്. അവൾക്ക് കാണാൻ നല്ല രസമുള്ള അതിമനോഹരമായിട്ടുള്ള കണ്ണുകളുണ്ട്. പക്ഷേ ആ കണ്ണുകളെ കൊണ്ട് അവൾക്ക് യാതൊരു ഉപകാരവുമില്ല. കാരണം അവളൊരു ബ്ലൈൻഡാണ്. അതായത് കണ്ണ് കാണാത്ത ഒരു സ്ത്രീയാണവൾ. ഇത് കേട്ടപ്പോൾ നരേറ്റർ അത്ഭുതപ്പെടുകയാണ്. താൻ ഇത്ര നേരം സംസാരിച്ചത് ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു പെൺകുട്ടിയോടായിരുന്നു. നരേറ്റർക്ക് അത്ഭുതം അടക്കാനായില്ല. താൻ ഇത്ര നേരം സംസാരിച്ചത് ഒരു കണ്ണ് കാണാത്ത പെൺകുട്ടിയോടായിരുന്നു. ആ പെൺകുട്ടി ഇത്ര നേരം എന്നോട് സംസാരിച്ചു പോയും അവളും അറിഞ്ഞു കാണില്ല ഞാനൊരു കണ്ണ് കാണാത്തവനാണെന്ന്. 2 പേരും പരസ്പരം അന്ധരായിരുന്നിട്ട് കൂടി ഇത്രയും സമയം യാതൊരു പ്രശ്നവുമില്ലാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണല്ലോ അവിടെ ചെയ്യുന്നത്, സംസാരിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ മണിക്കൂറുകളോളം അവർ സംസാരിച്ചിട്ടും ആ സംസാരത്തിലുടനീളം താൻ അന്ധയാണ് അല്ലെങ്കിൽ അന്ധയാണ് എന്ന് മറ്റേയാൾ അറിയുന്നില്ല. കഥ ഇവിടെ അവസാനിക്കുകയാണ്. പലപ്പോഴും ലോകത്തെ നോക്കിക്കാണാൻ നമുക്ക് കണ്ണുകളുടെ ആവശ്യമില്ല എന്ന് നരേറ്റർ ഈ ഒരു കഥയിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നു. സോ ഗൈസ്, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.